പഴയ പല കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, വരില്ല വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ മറികടന്ന് വരുമ്പോൾ എൻ്റെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് ഉണ്ട്, ഷർഫലി എന്ന് പറഞ്ഞിട്ട്, ഷർഫ് സാറിന്ന് വിളിക്കില്ല. ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മെസ്സി വരും മെസ്സി വരും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാം, അയ്യോ ഇതിങ്ങനെ പറയണു ഇതങ്ങനെ പറയണു സാറേ എന്ന് പറയുമ്പോൾ, ഇല്ലടോ മെസ്സി വരും എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് നവംബർ ആകുമ്പോൾ തീർച്ചയായിട്ടും മെസ്സി ഇവിടെ എത്തിയിരിക്കും. ഈ കളിക്കാരെ നേരിട്ട് കാണുക, നമ്മൾ ടെലിവിഷനിൽ മാത്രം കണ്ടിരുന്ന, നമ്മൾ ഒരുപക്ഷെ സ്വപ്നത്തിൽ കണ്ടിരുന്നവർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമിന് കേരളത്തിൽ കൊടുക്കാൻ പോകുന്ന ഒരു വലിയ പ്രോത്സാഹനം കൂടിയായിരിക്കില്ലേ അത്? കേരളം ആ അർത്ഥത്തിൽ, ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും മറ്റ് ഗെയിമുകളൊക്കെ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ഫുട്ബോൾ എന്നുള്ളതിന് കേരളത്തിൽ മെസ്സി വന്നതിനു ശേഷം ഒരു പുതിയ കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ എം വിജയൻ? അല്ല, മറ്റേ ഇപ്പോൾ ന്യൂ ജനറേഷൻ ചെറിയ പിള്ളേർക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. മെസ്സിനൊക്കെ കാണാം എന്നൊക്കെ പറയുന്നു, മെസ്സിനെ പോലെ കളിക്കാൻ പറ്റാന്നൊക്കെ പറയുന്ന പിള്ളേർക്ക്, ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേർക്ക്, ഗ്രാസ് റൂട്ടിലുള്ള പിള്ളേർക്ക് ഭയങ്കര പ്രോത്സാഹനമായിരിക്കും അത്. തീർച്ചയായിട്ടും കേരളത്തിൽ മെസ്സി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരിക്കും, കളിക്കാനുള്ളൊരു ഇൻസ്പിറേഷനും. പിന്നെ മെസ്സി എന്ന് പറഞ്ഞ ഒരാളിനെ കാണാൻ പറ്റുന്നു. മെസ്സിനെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, ഞാൻ കുറേ വേൾഡ് കപ്പ് കണ്ടിട്ടുള്ള കാരണം കളിയിരുന്ന് ദൂരത്തിരുന്ന് കണ്ടിട്ടുള്ളൂ, ഗാലറിയിലിരുന്ന് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ